സോ ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ടൈമിൽ ഓൾറെഡി ഞങ്ങൾ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ റിവോക്കിഡ് വ്ളോഗ്സ്. ഇന്ന് ഞാൻ വളരെയധികം ഹാപ്പി ആയിട്ടാണ് നിൽക്കുന്നത്. ആ ഒരു സന്തോഷ വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റും. കുറേ നാളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ഒരു നോർത്ത് ഇന്ത്യ ട്രിപ്പ് പോകണമെന്ന്. അറ്റ് ലാസ്റ്റ് അതിനുള്ള സമയം സന്ദർഭം എല്ലാം വന്നെത്തിയിട്ടുണ്ട്. സോ നമ്മളൊരു യാത്ര പോവുകയാണ്. ഏത് റൂട്ടാണ് പോകുന്നത്, ഏത് വഴിക്കാണ് പോകുന്നത്, ഏത് സ്ഥലങ്ങൾ കവർ ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മൾ അറിയുന്നതിന് മുന്നേ നമുക്ക് പോകാനുള്ള വാഹനം കാണണ്ടേ? യെസ്, ഇറ്റ്സ് എ ടൊയോട്ട ഫോർച്യൂണർ. ഈ കിടക്കുന്ന 2019 മോഡൽ ടൊയോട്ട ഫോർച്യൂണറിലാണ് നമ്മൾ നമ്മുടെ ഈ ഒരു റോഡ് ട്രിപ്പ് തുടങ്ങാനായിട്ട് പോകുന്നത്. ഏകദേശം ഒരു 25 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു 9000 ചില്ലുവാൻ കിലോമീറ്റർ ഉള്ള ഒരു വലിയൊരു യാത്രയ്ക്കാണ് നമ്മൾ പോകുന്നത്. സോ എന്തായാലും നമുക്ക് നേരെ നമ്മുടെ ഒരു ചെക്കനെ ഒന്ന് കണ്ടു നോക്കിയേക്കാം. ആൻഡ് ഇതാണ് നമ്മുടെ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് പ്രൊഫൈൽ എന്ന് പറയുന്നത്. 2019 മോഡൽ ടൊയോട്ട ഫോർച്യൂണർ ആണ്. ഇതിൽ തന്നെ ഫ്രണ്ടിലും ബാക്കിലും സൈഡിലൊക്കെ നമുക്ക് TRD കിറ്റ് കയറ്റിയിരിക്കുന്നത് കാണാൻ സാധിക്കും. സോ അതിൻ്റെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു റെഡ് ബാഡ്ജിങ് വരുന്നതും. അതുപോലെ തന്നെ നേരെ താഴെയായിട്ട് ഒരു ഫ്രണ്ട് ബമ്പറിനും ആ ഒരു TRD കിറ്റാണ് വരുന്നത്. ദെൻ നേരെ ഒരു ഹുഡ് സ്പേസിലേക്ക് നേരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഇന്ത്യയുടെ വലിയൊരു മാപ്പ് നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതിൽ നമ്മൾ 2 സ്ഥലങ്ങളാണ് മാർക്ക് ചെയ്തേക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന കോതമംഗലം നമ്മുടെ ഹോം ടൗണും അതുപോലെ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഉംലിംഗ്ലയാണ്. ഈ ഒരു ഉംലിംഗ്ല പാസ് കയറുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത്. ദെൻ ഇവിടുന്ന് പിന്നെ നേരെ നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈലിലേക്ക് നേരെ നോക്കുകയാണെന്നുണ്ടെങ്കിലും കാര്യമായിട്ട് ഒരു വലിയ മോഡിഫിക്കേഷൻസ് ഒന്നും തന്നെ നമ്മൾ ഈ ഒരു വാഹനത്തിൽ ചെയ്തിട്ടില്ല. അത്യാവശ്യം നമുക്ക് ഈ ഒരു റോഡ് ട്രിപ്പ്, ഈ ഒരു നോർത്ത് ഇന്ത്യ ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ തന്നെ ടയേഴ്സ് 4 എണ്ണം മാറിയിട്ടുണ്ട്. BF കുട്രിച്ചിൻ്റെ ഓൾ ടെറൈൻ ടയേഴ്സാണ് നമ്മൾ ഈ ഒരു വാഹനത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ദെൻ പിന്നെ സൈഡിൽ നമ്മൾ പോകുന്ന ഒരു റൂട്ട് മാപ്പാണ് ഏകദേശം കൊടുത്തിരിക്കുന്നത്. സോ നമ്മുടെ ഹോം ടൗൺ കോതമംഗലത്ത് നിന്ന് തുടങ്ങി അവിടെ നിന്ന് നേരെ ബാംഗ്ലൂർ വന്നു, ബാംഗ്ലൂർ നേരെ ഹൈദരാബാദ് ചെന്ന്, ഹൈദരാബാദിൽ നിന്ന് നാഗ്പൂർ വന്നു, നാഗ്പൂരിൽ നിന്ന് നേരെ ആഗ്ര വന്നു, ആഗ്ര നിന്ന് നേരെ ഡൽഹി, ഡൽഹിയിൽ നിന്ന് ഹരിയാന, ഹരിയാന നിന്ന് ചണ്ഡീഗഡ്, ചണ്ഡീഗഡിൽ നിന്ന് നേരെ ഷിംല. ബാക്കി സ്ഥലങ്ങൾ അപ്പർ സൈഡിലാണ് കേട്ടോ വരുന്നത്. അത് ഞാൻ അവിടെ ചെന്ന് കഴിയുമ്പോൾ കാണിച്ചു തരാം. ദെൻ പിന്നെ നമ്മൾ നേരെ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇന്ത്യയുടെ ഒരു ചെറിയൊരു ഫ്ലാഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ പിന്നെ ടോപ്പിലായിട്ട് നമുക്ക് പെൻറ്റയറിൻ്റെ ഒരു റൂഫ് ടോപ്പ് ബോക്സ് കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇത് ആക്ച്വലി നമ്മുടെ ലഗേജസ്, ഞങ്ങൾ ആക്ച്വലി 4 പേരാണ് ഈ ഒരു യാത്രയ്ക്ക് പോകുന്നത്. സോ നമ്മുടെ ലഗേജുകളെല്ലാം ഈ ഒരു ബാക്കിലെ ബൂട്ട് സ്പേസിലും അതുപോലെ ബാക്കി കുറച്ച് ലഗേജ് നേരെ മോളിൽ കൊടുത്തിരിക്കുന്ന ടോപ്പ് ബോക്സിലും വയ്ക്കാനായിട്ടാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്. സോ ഞങ്ങൾ ആരൊക്കെയാണ് 4 പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ 4 പേരുടെയും ഇൻസ്റ്റാഗ്രാം ID കൊടുത്തിട്ടുണ്ട്. അതുൽ തോമസും, പിന്നെ ഞാൻ ശരത് സജി, ദെൻ ആൻലിയ രാജേഷ്, ദെൻ സജിൽ സജി. സോ ഞങ്ങൾ 4 പേരുമാണ് ഈ ഒരു കോതമംഗലം ടു ഉംലിംഗ്ല ഈ ഒരു വലിയൊരു റോഡ് ട്രിപ്പിൽ പോകാൻ വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ റിയർ സൈഡിലാണെന്നുണ്ടെങ്കിലും ആ ഒരു സ്റ്റോക്ക് TRD കിട്ടുള്ള ഒരു ടൊയോട്ട ഫോർച്യൂണറാണ് നമ്മുടെ മുൻപിൽ കിടക്കുന്നത്. പിന്നെ നമ്മുടെ ചാനലിൻ്റെ പേര് ചെറുതായിട്ട് നമ്മൾ ഇവിടെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. ദെൻ ഇവിടുന്ന് പിന്നെ നേരെ നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ ഇപ്പുറത്തെ ഒരു സൈഡിലേക്ക് വരുവാണെന്നുണ്ടെങ്കിലും അവിടെ കണ്ട ആ ഒരു റൂട്ട് മാപ്പിൻ്റെ ബാക്കി കണ്ടിന്യൂ ചെയ്ത് വരുന്നത് ഇപ്പുറത്തെ ഈ ഒരു സൈഡിലാണ്. സോ അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ സ്പിതി വാലി ചെല്ലുന്നു, സ്പിതി വാലിയിൽ നിന്ന് നേരെ മണാലി ചെല്ലുന്നു, മണാലിയിൽ നിന്ന് ലഡാക്ക്, ലഡാക്കിൽ നിന്ന് നേരെ ഉംലിംഗ്ല. ഈ ഒരു ഉംലിംഗിലേക്ക് നമ്മൾ റെഡ് കളർ കൊടുത്തിരിക്കുന്ന നമ്മുടെ അൾട്ടിമേറ്റ് ഡെസ്റ്റിനേഷൻ നമ്മുടെ ഈ ഒരു ഉംലിംഗ്ലയാണ്. ദെൻ അവിടെ നിന്ന് പിന്നെ നേരെ കാർഗിൽ, കാർഗിലിൽ നിന്ന് ശ്രീനഗർ, നേരെ ജയ്സാൽമർ, അവിടെ നിന്ന് നേരെ രാജസ്ഥാൻ, രാജസ്ഥാനിൽ നിന്ന് നേരെ ഗണ്ടിക്കോട്ട നേരെ തിരിച്ച് നമ്മൾ ബാംഗ്ലൂർ വരുന്നു, ബാംഗ്ലൂർ നേരെ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നു. സോ ഇതാണ് നമ്മുടെ ഈ ഒരു റൂട്ട് മാപ്പ് കാര്യങ്ങൾ വരുന്നത്. ഏകദേശം ഒരു 20-25 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന വലിയൊരു റോഡ് ട്രിപ്പാണ്. അതുപോലെ ഒരു 9600-800 കിലോമീറ്ററോളമാണ് നമ്മുടെ ഈ ഒരു ട്രിപ്പിന്റെ ഒരു ഓൾറൗണ്ട് വരുന്നത്. അതുപോലെ തന്നെ നേരെ നമ്മൾ ഈ ഒരു സൈഡിലേക്ക് നേരെ നോക്കും, നമുക്ക് കോഡ് 6ന്റെ ഒരു ബാഡ്ജിങ് നമ്മുടെ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി കോഡ് 6 നമ്മുടെ ഒരു സ്പോൺസേഴ്സ് ആണ്. നമ്മൾ പോകുന്ന ഈ ഒരു ടൊയോട്ട ഫോർച്യൂണർ സ്റ്റേജ് 1+ റീമാപ്പ് ചെയ്തിരിക്കുന്ന ഒരു വാഹനമാണ്. ഏകദേശം ഒരു 20-25 bhp-യോളം നമുക്ക് ഈ ഒരു സ്റ്റോക്ക് ഫോർച്യൂണറിൽ നിന്ന് ആഡ് ഓൺ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ദെൻ പിന്നെ നമ്മൾ പോകുന്ന ഒരു ഹിൽ സ്റ്റേഷനാണ്. ഫോഗി വെതേഴ്സ് വരാം, ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ മഞ്ഞൊക്കെ കാണാൻ സാധിക്കും. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരെ ഫ്രണ്ടിൽ ഒരു 2 യെല്ലോ ലാംപ്സും കൂടി കൊടുത്തിട്ടുണ്ട്. ഇത് ആക്ച്വലി നല്ല പവർഫുൾ യെല്ലോ ലാംപ്സ് ആണ്. രാത്രി നല്ല അടിപൊളിയായിട്ട് വിസിബിലിറ്റി കിട്ടുന്ന ഒരു യെല്ലോ ലാംപ്സും കൂടിയാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത്. സോ നമുക്ക് എന്തായാലും നേരെ ഇതിൻ്റെ ഒരു ഡ്രൈവ് വിശേഷം കൂടി കണ്ടു നോക്കാം. അതിന് മുന്നേ വേറൊരു കാര്യം ഈ ഒരു വാഹനത്തിൽ ആഡ് ഓൺ ചെയ്തിട്ടുള്ളത് ഈ സൈഡിൽ വരുന്ന ഒരു ഫുഡ് സ്റ്റെപ്സ് ആണ്. ഇവിടെ ആക്ച്വലി നേരെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നില്ലെങ്കിലും ഈ ഒരു വാഹനം നേരെ ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ ഈ ഒരു ഫുഡ് സ്റ്റെപ്പ് ഇങ്ങനെ നേരെ ഓപ്പൺ ആയി വരും. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഡോർ ക്ലോസ് ചെയ്യുമ്പോഴും അത് തന്നെത്താനെ ന്യൂമാറ്റിക്കലി ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആയി പോയിക്കോളും.
വാ കൊള്ളാലേ. സോ എന്തായാലും നേരെ നമുക്ക് ഈ ഒരു വാഹനത്തിലുള്ള ഡ്രൈവും കൂടി പോയി നോക്കാം. അങ്ങനെ അടുത്ത ഒരു 20-25 ദിവസത്തേക്ക് നമുക്ക് യാത്ര ചെയ്യാനുള്ള നമ്മുടെ ഒരു സെക്കൻഡ് ഹോം എന്ന് പറയാൻ സാധിക്കും നമ്മുടെ ഒരു ടൊയോട്ട ഫോർച്യൂണർ. സോ ലെറ്റ്സ് ഗോ ഫോർ എ ഷോർട്ട് സ്പീഡ്. സോ അങ്ങനെ നമ്മൾ വണ്ടി എടുത്തൊരു ചെറിയ ഡ്രൈവ് വന്നേക്കുവാണ്. എന്തായാലും നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ വാഹനം ഓടിക്കാവുന്ന റോഡുള്ളത് നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണെന്നുള്ളതിൽ നമുക്ക് അഭിമാനിക്കാനായിട്ട് സാധിക്കും. ചെറുപ്പം മുതൽക്കേ ചേട്ടന്മാർ പോകുന്നതും കണ്ടും കേട്ടും വരുന്നതും ഒക്കെ നമ്മുടെ കർദുംഗല പാസ് ആയിരുന്നു. 17,582 അടി സമുദ്രനിരപ്പിൽ നിന്ന് ഉയരത്തിലാണ് ഈ ഒരു കർദുംഗല പാസ് സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ അതിനുശേഷം നവംബർ 9, 2021 ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയതാണ് നമ്മുടെ ഉംലിംഗ്ല പാസ് എന്ന് പറയുന്ന സ്ഥലം. അതിനേക്കാളും ഏകദേശം ഒരു 2000 ചില്ലുവാനം അടി കൂടുതലാണ്. 19,000 ചില്ലുവാനം 19,024 അടി സമുദ്രനിരപ്പിൽ നിന്ന് ഉയരത്തിലാണ് ഈ ഒരു ഉംലിംഗ്ല പാസ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് ഉംലിംഗ്ല കയറുക എന്നുള്ളതാണ്. നമുക്ക് ഒരു റഫായിട്ട് ട്രിപ്പ് നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല അവിടുത്തെ ക്ലൈമറ്റ്. സ്നോഫാൾ വരാം, അതുപോലെ തന്നെ എക്സ്ട്രീം വെതർ സിറ്റുവേഷൻസ് ഒക്കെ വന്നേക്കാം. ചിലപ്പോൾ എപ്പോൾ വേണമെങ്കിലും അത് ക്ലോസ് ചെയ്യാം. കറന്റ് കഴിഞ്ഞ ആഴ്ചയിൽ അത് ഓപ്പൺ ചെയ്തു എന്ന് അറിഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തതും കാര്യങ്ങളൊക്കെ വന്നത്. എന്തായാലും ഹോപ്പ്ഫുള്ളി ഉംലിംഗ്ല കയറാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു ട്രിപ്പ് ആരംഭിച്ചിരിക്കുന്നത്. ആൻഡ് ഇപ്പൊ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഒരു ടൊയോട്ട ഫോർച്യൂണർ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ കോഡ് 6 ട്യൂൺഡ് ആണ്. സ്റ്റേജ് 1+ റീമാപ്പ് ചെയ്തിട്ടുള്ള ഈ ഒരു ടൊയോട്ട ഫോർച്യൂണർ ആണ് നമ്മളിപ്പോൾ കൊണ്ടുപോകുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ആ ഒരു പെർഫോമൻസ് ഡിഫറൻസ് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. ഏകദേശം ഒരു 20-25 bhp-യോളം ആഡ് ഓൺ ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓൾറെഡി ഒരു ടൊയോട്ട ഫോർച്യൂണറിന്റെ കേപ്പബിലിറ്റീസ് എല്ലാം പ്രൂവൺ ആണ്. പക്ഷെ എന്നിരുന്നാൽ കൂടി നമുക്ക് കുറച്ചും കൂടി ഒന്ന് നേരിട്ട് അറിയാനായിട്ട് സാധിക്കും. കാരണം നമ്മൾ പല ടൈപ്പ് ഓഫ് ടെറൈൻസിൽ കൂടിയാണ് വാഹനം ഓടിക്കാൻ പോകുന്നത്. നമുക്ക് സ്നോ കിട്ടുമായിരിക്കും. അതുപോലെ തന്നെ ഒരു ഡെസേർട്ട് ഡ്രൈവ് പ്ലാൻ ചെയ്യുന്നുണ്ട് റിട്ടേൺ വരുന്ന വഴിക്ക് രാജസ്ഥാൻ അല്ലെങ്കിൽ ജയ്സൽമേറൊക്കെ വെച്ച്. അപ്പോൾ എന്തായാലും ഈ ഒരു ടൊയോട്ട ഫോർച്യൂണറിനെ കുറച്ചും കൂടി അടുത്തറിയാനായിട്ട് ഈ ഒരു യാത്ര നമ്മളെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ റോഡ് സ്റ്റോറീസ് ഒക്കെ ആയിരിക്കും ഇനി കുറച്ച് വീഡിയോസ് നമ്മുടെ ചാനലിൽ വരാൻ പോകുന്നത്. സോ ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ടൈമിൽ ഓൾറെഡി ഞങ്ങൾ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും കൂടെ ഉണ്ടാവണം, എല്ലാവരുടെ സപ്പോർട്ടും വേണം. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.